എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മലയാളികളുടെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള ചക്ക വേവിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചക്ക വേവിച്ചതും അതുപോലെ തന്നെ മീൻകറിയും കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഒന്നാണ്. നല്ല വരിക്കച്ചക്ക, നല്ല വിളഞ്ഞ ചക്ക ഇതുപോലെ വേവിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിവിടെ ചക്ക വേവിക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചെയ്യുന്ന രീതിയിലാണ്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് എൻ്റെ അമ്മ ചക്ക വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അതെന്താണെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾ ചക്ക വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ നിറയെ ചക്കച്ചോള എടുത്തിട്ടുണ്ട്. ചക്കച്ചോള നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കുക. അതിൻ്റെ ഉള്ളിലെ കുരു ഒന്ന് മാറ്റി വെക്കുക. കുരു വെച്ചിട്ട് പല ഐറ്റംസും ഉണ്ടാക്കാം. ഇതിലും കുറച്ച് കുരു വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പക്ഷേ നമ്മളിവിടെ ചക്കച്ചോള വെച്ച് മാത്രമാണ് ഈ ചക്ക വേവിക്കുന്നത്. അപ്പോൾ സ്വീഡനിൽ എവിടെയാണ് ചക്ക എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രോസൺ ആയിട്ട് ചക്കച്ചോള വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ഫ്രഷ് ചക്കയുടെ അതേ ടേസ്റ്റാണ്, യാതൊരുവിധ ഡിഫറൻസും ഇല്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മളിതിന് മുൻപ് നമ്മളൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. സ്പൈസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ ഗ്രോസറി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചക്ക നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഇതുപോലെ സാധാരണ ചക്ക അരിയുന്ന പോലെ അരിഞ്ഞെടുക്കുക. നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ്. നാട്ടിലാണെങ്കിൽ കുറേ സമയം എടുക്കും ഇതിൻ്റെ ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ചക്ക മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ചക്ക വേവാനായിട്ട് കുറച്ച് വെള്ളം വേണ്ടി വരും. അപ്പോൾ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇനി അരപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എന്ന് പറയുമ്പം 1/4 മുറി മുതൽ 1/2 മുറി വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളകും 3 അല്ലി വലിയ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ചേർക്കും. അത് കുരുമുളകാണ്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചക്ക വേവിക്കുമ്പോൾ കുറച്ച് കുരുമുളക് അതിലിടും. ഒരു 10 എണ്ണം മാക്സിമം ആണ്. 3-4 എണ്ണം ഇട്ടാലും മതി. ഈ കുരുമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അരപ്പിന്. അതുപോലെ തന്നെ നല്ല പച്ച കറിവേപ്പില അതും കൂടെ ഇടുക. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് നല്ല പച്ച കാന്താരി ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഒതുക്കിയെടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോരുത്, ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ചക്ക അവിടെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുഴുവനായിട്ടും വന്നിട്ടില്ല. നമ്മളിത് ഇളക്കിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുകളിൽ കിടക്കുന്നതൊക്കെ ഒന്ന് താഴെ വരുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കുക. വെള്ളം പോരാന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാമെന്നാണ്. അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ചക്ക ഇപ്പോൾ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് നിരത്തി കൊടുക്കാം. നമ്മൾ കല്ലിലൊക്കെയാണ് ഇത് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കല്ല് കഴുകിയ ആ വെള്ളം കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാവുന്നതാണ്. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് നമ്മളിപ്പോഴാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ കുറച്ചിടുക, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഒരുപാട് കൂടിപ്പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കൈവച്ചിട്ടൊന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിപ്പോഴേ ഇളക്കരുത്. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വീണ്ടും തുറന്നു നോക്കാം. നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴിയുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചക്ക അവിടെ നന്നായിട്ട് ആവിയൊക്കെ കയറി വെന്ത് വന്നിട്ടുണ്ട്. ഇതേ സമയം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഒരു തടിത്തവി വെച്ചിട്ടോ നമ്മൾ ചക്കയും ചീനിയൊക്കെ കുഴയ്ക്കുന്ന മത്തുണ്ടല്ലോ അത് വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് വെന്ത ചക്കയാണ്. ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഉടച്ച് ഇതുപോലെ എടുക്കുക. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് മീൻകറിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇതും മീൻകറി മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിന് മുൻപ് ചക്ക വെച്ചിട്ട് അടിപൊളി എരിശ്ശേരി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ചക്ക വേവിച്ചതാണിത്. കുരുമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ അമ്മ മാത്രം കുരുമുളക് ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ അമ്മൂമ്മയൊക്കെ എപ്പോഴും ചക്ക വേവിക്കുമ്പോൾ കുരുമുളക് ഇടാറുണ്ട്. പക്ഷേ ഞാൻ വേറെങ്ങും അങ്ങനെ ഇടുന്ന കണ്ടിട്ടില്ല. കുരുമുളക് ഇട്ട് നിങ്ങളൊരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ ഇന്നത്തെ ഈ ചക്ക വേവിച്ചതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചക്കയുടെ കൂടെ കഴിച്ച മീൻകറിയുടെ റെസിപ്പി ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും മറക്കാതെ കാണുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്